ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു ഫിഷ് ബണ്ണിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടോക്കൂ. 2 കപ്പ് മൈദ, 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഉപ്പ്, മിക്സ് ചെയ്യുക. 1 ടീസ്പൂൺ ഓയിൽ, 1 ടീസ്പൂൺ ഈസ്റ്റ് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. കിച്ചൺ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. 2 സബോള, 10 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതായിട്ടുണ്ട്. പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുത്തുമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ടൂണ ഫിഷാണ്. മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് മിക്സ് ചെയ്യുക. 2 പൊട്ടറ്റോ പുഴുങ്ങി ഉടച്ചെടുത്തത് ഇതായിട്ടുണ്ട്. പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് ഓരോ ഉരുളയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ എല്ലാം അത് ചെയ്തെടുക്കുക. ഒരു ഉരുള കിച്ചൺ ടോപ്പിലേക്ക് വെച്ചെടുക്കുക. ചെറിയ രീതിയിലൊന്ന് കൈകൊണ്ട് ഒന്ന് പരത്തി കൊടുക്കുക. മീനിൻ്റെ മസാല ഇതിൻ്റെ മേലേക്ക് വെച്ചുകൊടുക്കുക. ഇനി ഇത് കോൺ ഷേപ്പിലൊന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ എല്ലാം അത് ചെയ്തെടുക്കുക. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. ഉൾഭാഗമൊക്കെ നന്നായി ഒന്ന് ആവണം കേട്ടോ. ഇതാവണത് വരെ തിരിച്ച് മറിച്ചാക്കി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതായിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഫിഷ് ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.